പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10 വെള്ളി, ജമാദുൽ അവൽ 6. വാർത്തകൾ വായിക്കുന്നത് ബൽക്കീസ് സക്കരിയ. ഫിഫ അറബ് കപ്പ് 2021 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗാർഹിക തൊഴിൽ സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ 3 രീതികൾ UAE മാനവ വിഭവശേഷി മന്ത്രാലയം. ഖത്തറിലെ ഹോട്ടൽ താമസക്കാരിൽ വർധന. വൈറസിനെ നശിപ്പിക്കാൻ ശേഷി ഇലക്ട്രിക് മാസ്ക് വികസിപ്പിച്ച് UAE-യിൽ 74 പേർക്ക് കൂടി കോവിഡ്, 2 മരണം. ഖത്തർ അൾട്രാ റണ്ണിന് ഇന്ന് തുടക്കം. UAE-യിൽ കാണാതായ മലയാളി യുവാവിനെ കണ്ടെത്തി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സൗദി പൗരന്മാർക്ക് 5 ദിവസം ഹോം ക്വാറന്റൈൻ. ഖത്തർ ഫൗണ്ടേഷൻ വേൾഡ് ഇന്നവേറ്റീവ് സമ്മിറ്റ് ഫോർ എഡ്യൂക്കേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അറബ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ബ്രസീലിനെ പിന്തള്ളി ഇന്ത്യ മുന്നിൽ. UAE-യിൽ 2 ഡോസ് വാക്സിൻ എടുത്ത് 91% പേർ. Al Raza, capturing your best moments. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. Azim Technologies. Think innovative. വാർത്തകൾ വിശദമായി. പ്രഥമ ഫിഫ കപ്പ് 2021 ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വൈകിട്ട് 6 മണിക്ക് എഡ്യൂക്കേഷണൽ സിറ്റി സ്റ്റേഡിയത്തിൽ ടുണീഷ്യയും ഒമാനും തമ്മിലാണ് ആദ്യ മത്സരം. രാത്രി 10 മണിക്ക് അൽബൈത്ത് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ ഖത്തറും UAE-യും തമ്മിലുള്ള മത്സരം. നാളെ വൈകുന്നേരം 6 മണിക്ക് ജുനൂബ് സ്റ്റേഡിയത്തിൽ ഈജിപ്ത് ജോർദാനെ നേരിടും. നാളെ രാത്രി 10 മണിക്ക് തുമാമ സ്റ്റേഡിയത്തിൽ മൊറോക്കോയും അൾജീരിയയും തമ്മിലുള്ളതാണ് അവസാനത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം. ഗാർഹിക തൊഴിൽ സംബന്ധിച്ച് പരാതികൾ അറിയിക്കാനുള്ള രീതികളെക്കുറിച്ച് വിശദമാക്കി UAE മാനവ വിഭവശേഷി മന്ത്രാലയം. 3 സംവിധാനങ്ങളാണ് ഇത്തരത്തിലുള്ള പരാതി പരിഹരിക്കാനുള്ളതെന്ന് അധികൃതർ പറഞ്ഞു. 80060 എന്ന നമ്പർ കോൾ സെന്റർ വഴി ഗാർഹിക തൊഴിൽ സംബന്ധിച്ച് അറിയിക്കാം. രാവിലെ 8 മുതൽ രാത്രി 8 മണി വരെ പരാതികൾ സ്വീകരിക്കും. പ്രധാന 4 ഭാഷകളിൽ ഉദ്യോഗസ്ഥർ മറുപടി നൽകുമെന്നും അധികൃതർ വിശദമാക്കി. www.mohre.gov.ae വെബ്സൈറ്റ് വഴിയും പരാതിപ്പെടാനുള്ള സംവിധാനമുണ്ട്. ആപ്പിൾ സ്റ്റോർ, ഗൂഗിൾ പ്ലേ വഴിയും മന്ത്രാലയം ആപ്പ് ഡൗൺലോഡ് ചെയ്തും പരാതി റിപ്പോർട്ട് ചെയ്യാം. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഹോട്ടൽ താമസക്കാരുടെ എണ്ണത്തിൽ 62% വർധന രേഖപ്പെടുത്തിയതായി ഖത്തർ ടൂറിസം. 2020 സെപ്റ്റംബറിനെ അപേക്ഷിച്ച് ഈ വർഷം 3-ാം പാദത്തിൽ ഹോട്ടൽ താമസക്കാരുടെ എണ്ണത്തിൽ 4% വർധന രേഖപ്പെടുത്തിയതായി ഖത്തർ ടൂറിസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2020 സെപ്റ്റംബറിൽ 28,201 ഹോട്ടൽ മുറികളാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം 3-ാം പാദത്തിൽ അത് 29,222 വർദ്ധിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ഡീലക്സ്, സ്റ്റാൻഡേർഡ് ഹോട്ടൽ അപ്പാർട്ട്മെന്റുകളിൽ 9% വർധനയാണ് രേഖപ്പെടുത്തിയത്. 4 സ്റ്റാർ, 5 സ്റ്റാർ ഹോട്ടലുകളിൽ 5% വർധനയും 1, 2, 3 സ്റ്റാർ ഹോട്ടലുകളിൽ 12% കുറവും ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നു. വൈറസിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഇലക്ട്രിക് മാസ്ക് വികസിപ്പിച്ച് UAE. ഇലക്ട്രിക് മാസ്കിന്റെ പാറ്റന്റ് യൂണിവേഴ്സിറ്റി രജിസ്റ്റർ ചെയ്തു. കോവിഡ് ഉൾപ്പെടെ പകർച്ചവ്യാധികൾ ആഗോള സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിവെച്ച പശ്ചാത്തലത്തിലാണ് സുരക്ഷിതമായ മാസ്ക് കണ്ടെത്താൻ പരീക്ഷണം നടത്താൻ ആരംഭിച്ചത്. വൈറസിനെ തടയുന്ന ഇലക്ട്രിക് മാസ്കിൽ തൊടുമ്പോൾ അവ കൈകളിലൂടെ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഇല്ലാതെയാകും. വൈറസിനെ തടയുന്നതോടൊപ്പം വൈദ്യുതി പ്രവഹിപ്പിച്ച് പൂർണ്ണമായോ ഭാഗികമായോ അവയെ നശിപ്പിക്കാനും ഈ മാസ്കുകൾക്ക് കഴിവുണ്ട് എന്നും അവകാശപ്പെടുന്നു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCC-യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. UAE-യിൽ നിന്ന് 74 പേർക്ക് പുതിയതായി COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം. ചികിത്സയിലുണ്ടായിരുന്ന 93 പേരാണ് ഇന്ന് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. പുതിയതായി നടത്തിയ 3,05,440 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ആകെ 10.38 കോടിയിലേറെ പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. ഖത്തറിന്റെ 2 അതിർത്തികൾക്കിടയിലെ 90 കിലോമീറ്റർ മാരത്തൺ ഓട്ടമായ അൾട്രാ റണ്ണിന് ഇന്ന് വിസ
ഓഫീസിൽ മുഴക്കം. ഖത്തർ ഈസ്റ്റ് വെസ്റ്റ് എന്ന പേരിൽ ഷെറാട്ടൺ പാർക്കിൽ നിന്നും ആരംഭിച്ച് ദുഖാൻ ബീച്ചിൽ സമാപിക്കുന്ന മാരത്തണിൽ 650 മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ഖത്തർ കായിക മന്ത്രാലയത്തിനു കീഴിലാണ് ലോകത്തെ തന്നെ ദൈർഘ്യമേറിയ ഓട്ടങ്ങളിലൊന്നായ അൾട്രാ റൺ നടക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ സ്പോർട്സും വ്യായാമവും ശീലമാക്കി ആരോഗ്യ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യവുമായാണ് അൾട്രാ റൺ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം റാഷിദിയയിൽ കാണാതായ മലയാളി യുവാവിനെ കണ്ടെത്തി. തൃശൂർ അയ്യന്തോൾ സ്വദേശി ശ്രീമഞ്ജുഷയിൽ സത്യന്റെയും മഞ്ജുവിന്റെയും മകൻ മനീഷ് സത്യനെ ഈ മാസം 6 മുതൽ കാണാതാവുകയായിരുന്നു. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ കണ്ട ഒരു വനിത കുടുംബത്തെ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഉടൻ അച്ഛനും അമ്മയും എത്തി മനീഷിനെ കൂട്ടിക്കൊണ്ടുപോയി. 4 ദിവസമായി നടക്കുകയായിരുന്ന മനീഷ് അവശനായിരുന്നു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 403-99877 or 666-14796. Alrasa, capturing your best moments. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന സൗദി പൗരന്മാർക്ക് 5 ദിവസം ഹോം ക്വാറന്റീൻ നിർബന്ധമാക്കി. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, മൊസാംബിക്, ലെസ്വാത്തെ, എസ്വാറ്റിനി, മലാവി, സാംബിയ, മഡഗാസ്കർ, അങ്കോള, മൗറീഷ്യസ്, കൊമറോസ്, സീഷെൽസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും സൗദിയിലേക്കെത്തുന്ന സ്വദേശി പൗരന്മാർക്കാണ് ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തതിനാൽ ക്വാറന്റീൻ നിർബന്ധമാക്കിയത്. ഇക്കാര്യം സൗദിയിലെ വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസുകൾ നടത്തുന്ന വിമാന കമ്പനികളെ ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട്. സൗദി പൗരന്മാർ 5-ാം ദിവസം PCR പരിശോധന നടത്തണമെന്നും അതോറിറ്റി പറഞ്ഞു. ഖത്തർ ഫൗണ്ടേഷന്റെ വേൾഡ് ഇന്നവേറ്റീവ് സമ്മിറ്റ് ഫോർ എഡ്യൂക്കേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ദോഹയിൽ നടന്ന പുരസ്കാര ചടങ്ങിൽ ഖത്തർ ഫൗണ്ടേഷൻ അധ്യക്ഷ ഷെയ്ഖ് മോസ ബിന്ത് നാസർ, CEO ഷെയ്ഖ് ഹിന്ദ് ബിന്ത് ഹമദ് അൽ താനി എന്നിവർ പങ്കെടുത്തു. വൈസ് ഉച്ചകോടിയുടെ ഭാഗമായി നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരത്തിന് ഇത്തവണ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പദ്ധതികളാണ് അർഹമായത്. ഓരോ പുരസ്കാര പദ്ധതികൾക്കും $20,000 വീതമാണ് സമ്മാനത്തുക. വൈസ് പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ അമീന അബ്ദുൽ മജീദ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഇന്ത്യയുടെ ഹാപ്പിനെസ് കരിക്കുലം പദ്ധതി, UK-യുടെ 1 ബില്യൺ, തുർക്കിയുടെ മയ വഖഫി ഫൗണ്ടേഷന്റെ ട്രൂമ ഇൻഫോംഡ് സ്കൂൾ, കൊളംബിയയിലെ ഫൗണ്ടസിയോൺ ലൂക്കറിന്റെ എലമെന്ററി സ്കൂൾ, വിദ്യാർത്ഥികൾക്കായുള്ള ലെറ്റ്സ് ഓൾ ലേൺ ടു റീഡ്, പാകിസ്ഥാന്റെ ഒറൻഡ പ്രൊജക്ടിന്റെ തലീമാബാദ്, സ്പെയിനിലെ ടെലിഫോണിക്ക ഫൗണ്ടേഷനും ലാകൈസ്ക ഫൗണ്ടേഷനും വികസിപ്പിച്ച പ്രൊഫ്യൂച്ചറോ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നിവയാണ് പുരസ്കാരം നേടിയ പദ്ധതികൾ. അറബ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ ബ്രസീലിന്റെ ആധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യ മുന്നിലെത്തി. കോവിഡ് നിയന്ത്രണത്തിനിടയിലെ പ്രതിബന്ധങ്ങൾ മറികടന്ന് ഏറ്റവും അധികം ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റി അയച്ചാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. കോവിഡ് കാലത്ത് അറബ് രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്ത സാധനങ്ങളിൽ 8.25% ഇന്ത്യയിൽ നിന്നായിരുന്നു. ബ്രസീൽ 2-ാം സ്ഥാനത്തായി. ഇന്ത്യയിൽ നിന്ന് ഒരാഴ്ചക്കകം സാധനങ്ങൾ എത്തിക്കുമ്പോൾ ബ്രസീലിൽ നിന്ന് 30-60 ദിവസം എടുത്തിരുന്നു. UAE-യിൽ 91% പേരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യരോഗ പ്രതിരോധ മന്ത്രാലയം. 2ാമത്തെ ഡോസ് എടുത്ത് 6 മാസം പിന്നിട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് കുത്തിവയ്പും പുരോഗമിക്കുകയാണ്. UAE-യിൽ ഇന്നലെ വരെ 2.2 കോടി ഡോസ് വാക്സിൻ വിതരണം ചെയ്തു. ഒമിക്രോൺ ഉൾപ്പെടെ കോവിഡിന്റെ പുതിയ വകഭേദങ്ങളെ ചെറുക്കാനായി 18-ന് മുകളിലുള്ള എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് നൽകി വരികയാണ്. നിശ്ചിത കാലാവധി പിന്നിട്ടവർ ബൂസ്റ്റർ ഡോസ് എടുത്ത് പ്രതിരോധം ശക്തിപ്പെടുത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. സിനോഫാം, ഫൈസർ, സ്പുട്നിക് വാക്സിനുകളാണ് ബൂസ്റ്റർ ഡോസായി നൽകുന്നത്. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ $20.63. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.